ഒരു ടെസ്റ്റ് മത്സരത്തിൻ്റെ ആവേശം എല്ലാം നിറഞ്ഞു നിന്ന പോരാട്ടം. ഒടുവിൽ കേരളത്തിന് നിർണായകമായ 2 റൺസ് ലീഡ്. ഫൈനലിലേക്ക് കുതിക്കാൻ ഒരുപക്ഷെ ഇത് മാത്രം മതിയാകും. അവസാനം വരെ പൊരുതി നിന്ന ഗുജറാത്ത് ലീഡ് നേടാമെന്ന തികഞ്ഞ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ പണി പാളിയത് ആദിത്യ സർവ്വത എറിഞ്ഞ ഓവറിലാണ്. ഗുജറാത്ത് താരം അർസൻ നക്വസ്വല്ല അടിച്ച പന്ത് കേരള ഫീൽഡറുടെ ഹെൽമെറ്റിൽ തട്ടി ഉയരത്തിലേക്ക് തെറിച്ചു. ക്യാപ്റ്റൻ സച്ചിൻ ബേബി മികച്ചൊരു ക്യാച്ചിലൂടെ അത് സ്വന്തമാക്കുകയും ചെയ്തു. ഇതോടെ രഞ്ജി ട്രോഫി ഫൈനൽ എന്ന ചരിത്ര നേട്ടത്തിലേക്ക് കേരളം ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ്. മത്സരത്തിൻ്റെ അവസാന ദിനം ഇനി ബാറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കണം. ഒടുവിൽ സമനിലയിൽ കളി അവസാനിപ്പിക്കാനായാൽ ആദ്യ ഇന്നിങ്സിലെ ലീഡ് കൊണ്ട് കേരളത്തിന് ഫൈനലിലെത്താൻ കഴിയും. ആദ്യ ഇന്നിങ്സിൽ മുഹമ്മദ് അസ്ഹറുദ്ദീൻ നേടിയ തകർപ്പൻ സെഞ്ചുറിയാണ് കേരളത്തിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. വളരെ വേഗത കുറഞ്ഞ ബാറ്റിംഗ് തന്ത്രമാണ് കേരളം ഗുജറാത്തിനെതിരെ പയറ്റിയത്. വിക്കറ്റ് നഷ്ടമാകാതെ പരമാവധി സമയം ബാറ്റ് ചെയ്യുക എന്ന തന്ത്രം ഒരു പരിധിവരെ വിജയിച്ചു. 2 ദിവസത്തിലധികം ബാറ്റ് ചെയ്ത കേരളം 457 റൺസ് എന്ന മികച്ച സ്കോർ നേടി. ഓപ്പണർമാർ ഭേദപ്പെട്ട തുടക്കമാണ് കേരളത്തിന് നൽകിയത്. എന്നാൽ 3 വിക്കറ്റുകൾ നഷ്ടമായതോടെ കേരളം ഒരു ഘട്ടത്തിൽ 86-3 എന്ന നിലയിലായി. എന്നാൽ ജലജ് സാക്സേനയും സച്ചിൻ ബേബിയും ഒത്തുചേർന്നതോടെ കാര്യമായ പരിക്കുകളില്ലാതെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. അതിനുശേഷം അസ്ഹറുദ്ദീനും സൽമാൻ നിസാറും കേരളത്തെ മികച്ച സ്കോറിലേക്ക് നയിച്ചു. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഗുജറാത്തിന് ശക്തമായ തുടക്കമാണ് ലഭിച്ചത്. പ്രിയങ്ക് പാഞ്ചൽ, ആര്യ ദേശായി എന്നിവർ ഗുജറാത്തിന് വേണ്ടി മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു. 148 റൺസ് എടുത്ത പാഞ്ചൽ ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത്. ഒടുവിൽ 73 റൺസ് നേടിയ ആര്യ ദേശായിയുടെ വിക്കറ്റ് എടുത്ത് എൻ ബേസിൽ കേരളത്തിന് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു. പാഞ്ചൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തതോടെ 2ാം വിക്കറ്റിലും ഗുജറാത്ത് 100-ലധികം റൺസ് നേടി. പാഞ്ചൽ പുറത്താകുമ്പോഴേക്കും 277-3 എന്ന ശക്തമായ നിലയിലായിരുന്നു ഗുജറാത്ത്. എന്നാൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തി കേരളം പ്രതീക്ഷ നിലനിർത്തി. 4ാം ദിനം മത്സരം അവസാനിക്കുമ്പോൾ 429-7 എന്ന നിലയിലേക്ക് ഗുജറാത്ത് എത്തി. ലീഡ് നേടാൻ 29 റൺസ് മാത്രം മതിയായിരുന്നു ഗുജറാത്തിന്. കേരളത്തിനാണെങ്കിൽ 3 ഗുജറാത്ത് താരങ്ങളെ പുറത്താക്കണം. അർദ്ധ സെഞ്ചുറി നേടിയ ജയ്മീത് പട്ടേലിനെ പുറത്താക്കിയ സർവ്വതെ കേരളത്തിന് പ്രതീക്ഷ നൽകി. 177 പന്തുകൾ നേരിട്ട് ശക്തമായ പ്രതിരോധം തീർത്തതിന് ശേഷമാണ് ജയ്മീത് പുറത്തായത്. പിന്നാലെ 164 പന്തിൽ 30 റൺസ് എടുത്ത സിദ്ധാർത്ഥ് ദേശായും പുറത്തായി. ഇതോടെ 446-9 എന്ന നിലയിലേക്ക് ഗുജറാത്ത് എത്തി. മത്സരം ആവേശകരമായി മാറുകയും ചെയ്തു. എങ്ങനെയെങ്കിലും ഒരു വിക്കറ്റ് വീഴ്ത്തുക എന്നത് മാത്രമായിരുന്നു കേരളത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ സിംഗിൾ എടുത്ത് ഗുജറാത്ത് മുന്നേറിയതോടെ പ്രതീക്ഷകളെല്ലാം നഷ്ടമായി തുടങ്ങി. ഒടുവിൽ മികച്ച ബാറ്റിംഗ് പ്രകടനത്തിനൊപ്പം ഭാഗ്യം കൂടി കേരളത്തിനൊപ്പമാണെന്ന് ആരാധകർ തിരിച്ചറിഞ്ഞ നിമിഷമെത്തി. 2 റൺസ് ലീഡ് നേടിയ കേരളം ഇപ്പോൾ 2ാം ഇന്നിങ്സ് ബാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്.